ശ്രീ MS വേണുഗോപാൽ ചേരുന്നു തത്സമയം. ശ്രീ MS വേണുഗോപാൽ, എങ്ങനെ കാണുന്നു ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ? സമാധാന ശ്രമങ്ങൾക്കുള്ള തിരിച്ചടി എന്ന രീതിയിൽ തന്നെ വിലയിരുത്താവുന്നതാണല്ലോ. തീർച്ചയായിട്ടും ഇത് സമാധാന ചർച്ച വേണ്ട, അല്ലെങ്കിൽ സമാധാനം മുന്നോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് നീങ്ങുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ വളരെ നാളുകളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് എന്ത് കാരണവശാലും സമാധാനം വരണമെങ്കിൽ അത് ഹമാസിനെ പൂർണ്ണമായി നശിപ്പിച്ചിട്ടേ ഉണ്ടാവൂ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിന് ആര് ഇന്റർഫിയർ ചെയ്താലും ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകുമെന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ ഖത്തറിൽ നടത്തിയിരിക്കുന്ന വ്യക്തമാകുന്നത്. പക്ഷെ അമേരിക്ക മുന്നോട്ട് വെച്ച് ഈ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതികൾ അനുസരിച്ചാണല്ലോ. കഴിഞ്ഞ ദിവസം ഹമാസ് അതിനെ സ്വാഗതം ചെയ്യുകയും ഉണ്ടായി. എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിന് പകരം വളരെ പ്രകോപനപരമായിട്ട് തന്നെ അത് നീങ്ങുന്ന വിധത്തിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഖത്തറിൽ ഒരു ആക്രമണം നടത്തുമ്പോൾ ഖത്തറിന്റെയും കൂടെ ശത്രുത ഇതിനകത്ത് പിടിച്ചു പറ്റുകയാണ്. അപ്പോ ഇത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങൾ ഇത് എങ്ങനെ കാണും എന്നുള്ളത് കൂടി നമുക്ക് വിലയിരുത്തേണ്ടതാണ്. അവരുടെ ടെറിട്ടറിക്ക് അകത്ത് നടക്കുന്ന ഇത്തരം ആക്രമണം അതെങ്ങനെ അവർ വിലയിരുത്തും എന്നുള്ളത് കൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഖത്തറിൽ വെച്ച് ഒരു സമാധാന ചർച്ച അതിന് സാധ്യമാകില്ല എന്നുള്ള വ്യക്തമായ സൂചന തന്നെയല്ലേ ഇത് നൽകുന്നത്? ഖത്തർ പിന്മാറിയിട്ടുമുണ്ട്. അതെ, തീർച്ചയായിട്ടും അത്തരത്തിലൊരു ചർച്ച നടക്കാതിരിക്കണം എന്നതുകൂടിയാണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. അത്തരത്തിലൊരു ചർച്ച വന്നാൽ അത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ടാവണം. തങ്ങൾ ഹമാസിനെ വരുതിയിലാക്കുന്നതിന് അത് വീണ്ടും തടസ്സമാകുമെന്നും അവർ കരുതുന്നുണ്ടാവണം. അവരുടെ സുരക്ഷിതത്വത്തിനെ അത് കൂടുതൽ ബാധിക്കുമെന്നും അവരുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ തീർച്ചയായിട്ടും ഒരു സമാധാന ചർച്ച ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് അമേരിക്കയുടെ പ്രതികരണം എന്താണെന്ന് കൂടി അറിയാനുണ്ടല്ലോ. അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന സമാധാന നിർദ്ദേശങ്ങളാണ്, അവയാണ് ചർച്ച ചെയ്യാൻ ഇരുന്നത്. അപ്പോൾ ആ സമയത്ത് അമേരിക്കയുടെ അറിവ് ഈ ആക്രമണത്തിനുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. പക്ഷേ അമേരിക്കയെ മിനിമം ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കൊടുക്കാതെയെങ്കിലും ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇസ്രായേൽ മുതിരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇസ്രായേലിന് അമേരിക്കയെ അങ്ങനെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ എന്നാൽ അവർക്ക് അമേരിക്കയുടെ ഈ നീക്കത്തിൽ അസംതൃപ്തിയുമുണ്ട്. ചർച്ച അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, അത്തരത്തിൽ വേഗത്തിൽ ഒരു സമാധാന ചർച്ചയിലേക്ക് പോവുകയും വെടിനിർത്തലുണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത് തങ്ങൾക്ക് ദോഷമാണെന്ന് തന്നെയാണ് അവരിപ്പോഴും കരുതുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശരി, നന്ദി ശ്രീ MS വേണുഗോപാൽ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. എന്തായാലും ഗാസയിലെ വെടിനിർത്തൽ, ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ, ഈ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ് ഈ വ്യോമാക്രമണം. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന വ്യോമാക്രമണം, അതായത് ഈ സമാധാന ചർച്ചകളോട് താല്പര്യമില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇസ്രായേൽ നൽകുന്നത്. ഹമാസ് വെടിനിർത്തലിന് സന്നദ്ധമായി തന്നെ മുന്നോട്ട് വന്നിരുന്നതാണ്.